മൂവിസ്കോപ്പിന്റെ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ സി പ്രേംകുമാർ ഡയറക്ട് ചെയ്ത മെയ്യഴകൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ ഒരു സിനിമ സംസാരിക്കുന്നത് പ്യൂർ ഇമോഷൻസിനെ പറ്റിയാണ്. ഒരു ബ്രദർഹുഡിന്റെയും നമ്മുടെയൊക്കെ ബന്ധങ്ങളുടെയൊക്കെ ഒരു വാല്യൂ മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയാണ് മെയ്യഴകൻ. സിനിമയുടെ തുടക്കത്തിൽ രവീന്ദ്രസ്വാമി ചെയ്ത അരുൺമൊഴി എന്ന ക്യാരക്ടർ താൻ പണ്ട് ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിലേക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. അത് ഒട്ടും താല്പര്യമില്ലാതെയാണ് വരുന്നത്. പെങ്ങളുടെ കല്യാണത്തിന് പെങ്ങൾ വിളിച്ചുകൊണ്ട് മാത്രം കുറേ വർഷങ്ങൾക്ക് ശേഷം തന്റെ ബന്ധുക്കാരെയും ഒക്കെ കാണുന്നതിന്റെ ഒരു ചെറിയ ചമ്മലും എന്തൊക്കെയോ ഫീലിംഗ് ആണ് പുള്ളിയുടെ മനസ്സിൽ. ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ കാർത്തി ഈ കഥയിലേക്ക് കടന്നു വരുന്നത്. കാർത്തിയുടെ ക്യാരക്ടറിന്റെ പേരോ എന്താണ് ആരാണെന്നൊന്നും ഈ സിനിമയിൽ പറയുന്നില്ല. അതെന്താണെന്ന് നമ്മുടെ അരവിന്ദ് സ്വാമിക്കും മനസ്സിലാകുന്നില്ല. കുറെ ആലോചിച്ച് നോക്കി ഇവർ ആരാണ് എന്താണ് എന്നൊന്നും അറിയത്തില്ല. കാർത്തി ഇങ്ങനെ കുറെ സംസാരിക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. കാർത്തി വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു 2.5 മണിക്കൂർ ഈ സിനിമ തരുന്ന ഒരു ഫീലുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇത് നോർമലി കണ്ടുവരുന്ന പോലെ ഒരു മാസ് ആക്ഷൻ ത്രില്ലർ തമിഴ് പടം അങ്ങനെ ഒന്നുമല്ല. ഒരു പ്യൂർ ഫീൽ ഗുഡ് മൂവിയാണ്. അരവിന്ദ് സ്വാമി എത്ര ആലോചിച്ചിട്ടും കാർത്തി തന്റെ ആരാണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാർത്തിക് അരവിന്ദ് സ്വാമി വലിയ കാര്യമാണ്. കാർത്തിയുടെ ക്യാരക്ടർ ആരാണ് എന്താണെന്നൊക്കെ സിനിമയുടെ അവസാനമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മളൊക്കെ പണ്ട് എപ്പോഴോ കടന്നുപോയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഞാൻ ഉറപ്പുവരെയാണ് ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല. മൂവി കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും വരാം.